നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാള ദിനപത്രങ്ങളിൽ ഒരു വാർത്ത കണ്ടു. ഖദർ വസ്ത്രങ്ങൾക്ക് ആവശ്യക്കാരേറുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത. അതിനുള്ളൊരു പ്രധാന കാരണം UDF അധികാരത്തിൽ വന്നു എന്നുള്ളതാണ്. UDFിൻ്റെ ഘടകകക്ഷി നേതാക്കൾ, പ്രവർത്തകരൊക്കെ വീണ്ടും ഖാദി തുണിത്തരങ്ങൾ കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങി. അതാണ് ഇപ്പോൾ ഉള്ള ഈ ഡിമാൻഡിന് കാരണമായി മാറിയിരിക്കുന്നത്. ഇവിടെ ലഭിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ യഥാർത്ഥ ഖാദിയാണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. നിലവിൽ ഖാദി ബോർഡ് സെക്രട്ടറി KA രതീഷാണ്. KA രതീഷ് തോട്ടണ്ടി ഇറക്കുമതി കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ചതിനെ തുടർന്ന് കോടതിക്ക് മുന്നിൽ വിചാരണ നേരിടാൻ തയ്യാറായിരിക്കുന്ന ആളാണ്. അദ്ദേഹം 3 സ്ഥാപനങ്ങളുടെ തലപ്പത്ത്, അതായത് ഖാദി ബോർഡിൻ്റെ സെക്രട്ടറി ആയിട്ടും ഖാദി തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡിൻ്റെ CEO ആയിട്ടും അതുപോലെ റൂട്രോണിക്സിൻ്റെ MD ആയിട്ടും പ്രവർത്തിക്കുന്നു. ഇദ്ദേഹത്തെ എന്തിന് ഈ പദവിയിൽ ഇരുത്തിയിരിക്കുന്നു എന്നൊരു ചോദ്യവും കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതേ തുടർന്ന് ഇദ്ദേഹത്തെ ഈ പദവിയിൽ നിന്ന് നീക്കാനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ KA രതീഷിനെ കുറിച്ച് പറയുമ്പോൾ ഖാദി ബോർഡിൻ്റെ സെക്രട്ടറിയാണ്. ഓണത്തോടനുബന്ധിച്ച് ഖാദി ഓണം മേളകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉയരുന്ന ഒരു പ്രസക്തമായ ഒരു ചോദ്യം, നമുക്ക് മുന്നിൽ കിട്ടുന്ന ഈ ഖാദി എന്ന് പറയുന്ന കിട്ടുന്ന തുണിത്തരങ്ങൾ യഥാർത്ഥ ഖാദിയാണോ എന്നുള്ളതാണ്. എന്നാൽ അല്ല എന്നാണ് അതിന് ഉത്തരം. അതിന് കാരണമുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധരുമായിട്ട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. പലയിടത്തും ഖാദി എന്ന പേരിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് യന്ത്രവൽകൃത തുണിത്തരങ്ങളാണ്. ഖാദി എന്നാൽ പൂർണ്ണമായും തദ്ദേശീയ സ്വഭാവമുള്ള ഒരു ഉൽപ്പന്നമാണ്. കൈകൊണ്ട് നൂത്ത് ആ നൂല് കൈകൊണ്ട് തന്നെ തറിയിൽ നെയ്ത് എടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഖാദി ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഈ ഖാദി ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുമാത്രമല്ല, ഖാദി എന്നത് ട്രേഡ് മാർക്കുള്ള ഒരു ഉൽപ്പന്നം കൂടിയാണ്. ഖാദി ഉൽപ്പന്നങ്ങളിൽ തുണി നെയ്യുമ്പോൾ നൂലുകൾ വന്നു ചേരുന്നത് അതിൻ്റെ ഇടത് ഭാഗത്തേക്കായിരിക്കും. ഒരു തുണി നമ്മൾ എടുത്താൽ അതിൻ്റെ ഇടത് ഭാഗത്തേക്കായിരിക്കും ഈ നെയ്യുന്ന നൂലുകൾ വന്നു ചേരുക. എന്നാൽ യന്ത്രവൽകൃത ഖാദിയുണ്ട്. അതിനെ നമുക്ക് ഖാദി എന്ന് പറയാൻ കഴിയില്ല, കള്ളഖാദി എന്നാണ് അതിനെ പറയുന്നത്. അതിൻ്റെ നൂലുകൾ വന്നു ചേരുന്നത് വലതുവശത്തേക്കായിരിക്കും, അതായത് വലത്തെ എൻഡിലേക്കായിരിക്കും. അപ്പോൾ ഇടത്തെ എൻഡിലേക്ക് വന്നു ചേരുന്നത് യഥാർത്ഥ ഖാദി, കൈകൊണ്ട് തന്നെ നെയ്യുന്ന ഖാദി. അപ്പോൾ ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള പലവിധ മാർഗങ്ങൾ നമ്മുടെ ഖാദി കമ്മീഷൻ, അതായത് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ, ഈ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ള സ്ഥാപനമാണ്. നമ്മുടെ ഇന്ത്യ ഒട്ടാകെ ഖാദി ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിനും പ്രചരണത്തിനും വിപണനത്തിനും അതിലുപരി വ്യാജ ഉൽപ്പന്നങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിനും വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. ബോംബെയിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ്. ഇപ്പോൾ കേരളത്തിലെ ഖാദി ബോർഡ് അടക്കം ഇതിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഈ ഖാദിക്ക് ട്രേഡ് മാർക്കുണ്ട്. അതായത് നെയ്ത്തുകാരും നൂലുണ്ടാക്കുന്നവരും ചർക്കയിലും തറിയിലും സ്വന്തം കൈകൊണ്ട് നെയ്ത് വരുന്ന ഈ ഖാദി ഉൽപ്പന്നങ്ങൾ. അപ്പോൾ ഇതിനെ മറികടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2 കാരണങ്ങളാലാണ് യഥാർത്ഥ ഖാദി ഉൽപ്പന്നങ്ങളെ മറികടന്ന് വ്യാജൻ മുന്നേറുന്നത്. ഒന്ന് ഇതിനുണ്ടാകുന്ന വിലയാണ്, മറ്റൊന്ന് ഇതിനുള്ളിൽ ഉണ്ടാകുന്ന അഴിമതിക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ അഴിമതിയിലൂടെ വലിയ തുക സമ്പാദിക്കാം എന്നുള്ളതാണ്. കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ ട്രേഡ് മാർക്കും സർട്ടിഫിക്കേഷനും നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങളിലൂടെ മാത്രമേ ഖാദി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഖാദി തുണിത്തരങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനം ഈ സർട്ടിഫിക്കേഷൻ കേന്ദ്ര സർക്കാരിൽ നിന്ന്, ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷനിൽ നിന്ന് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറവിൽ വ്യാജ ഖാദി വിറ്റഴിച്ചാൽ ആ ട്രേഡ് മാർക്ക് നഷ്ടമാവുകയും ചെയ്യും. ഖാദി ഇന്ത്യ എന്ന പേരിലാണ് ഇത് ഏകീകൃത ബ്രാൻഡ് നെയിം കൊണ്ടുവന്നിരിക്കുന്നത്. ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ ആ പേരിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഖാദി ഉൽപ്പന്നത്തിലും വിപണനത്തിലും അഴിമതി നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കിനി ഒന്ന് പരിശോധിക്കാം. അതായത് ഖാദി ഉൽപ്പന്നം ഉണ്ടാക്കുന്ന സ്ഥാപനം ഇതിനുള്ള നൂലും ചർക്കയും തറികളും ഈ തൊഴിലാളികൾക്ക് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കും. ഇതിന് സ്ട്രീറ്റ് വീവിംഗ് എന്നാണ് പറയുന്നത്. അവിടെ വെച്ചായിരിക്കും ഇവരിത് നെയ്യുക, അല്ലെങ്കിൽ ഇവർ വീടിനോട് ചേർന്നുണ്ടാക്കുന്ന നെയ്ത്ത് ശാലകളിൽ വെച്ചായിരിക്കും ഇത് നെയ്യുക. ഈ നൂല് വളരെയധികം പ്രോസസ്സിങ്ങിന് ശേഷമാണ് നെയ്യാൻ ഉപയോഗിക്കുന്നത്. പശയൊക്കെ മുക്കി വേണം അത് തയ്യാറാക്കാൻ, അത് പാവുണ്ടാക്കുക എന്ന് പറയും. ആ നൂല് കൊണ്ടാണ് ഇത് നെയ്യുക. അപ്പോൾ തന്നെ ഈ ചിലപ്പോൾ ഒന്നിലധികം തൊഴിലാളികൾ തന്നെ ഒരു തുണിത്തരം നെയ്യാൻ വേണ്ടി വരും. അത് കുപ്പടം മുണ്ടുണ്ട്. കുപ്പടം മുണ്ട് എന്ന് പറയുന്നത് ഖാദിയിലെ ഏറ്റവും പ്രസിദ്ധമായ മുണ്ടാണ്. ഈ കുപ്പടം മുണ്ട് നെയ്യുന്നതിന് ഒരു മുണ്ട് നെയ്യാൻ 2 പേര് വീതമാണ് വേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തൊഴിലാളികളുടെ എണ്ണത്തിലെ വർധനവ്, ഇവരിത് കൈകൊണ്ട് നെയ്യുമ്പോൾ, അവർ മാനുവലായിട്ട് ചെയ്യുമ്പോൾ, യന്ത്രങ്ങളില്ലാതെ നെയ്യുന്ന സമയത്ത് ഇതിനുണ്ടാകുന്ന
സമയദൈർഘ്യം. തൊഴിലാളികൾ തന്നെ നെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ എണ്ണം, അതായത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കാറുണ്ട്. അപ്പോൾ യന്ത്രവൽകൃത തുണിത്തരങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് യന്ത്രം ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ എണ്ണത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞ ഈ കുപ്പടം മുണ്ട്, കൈകൊണ്ട് നെയ്യുന്ന കുപ്പടം മുണ്ട്, യഥാർത്ഥ ഖാദി മുണ്ടിന് ഒരു പീസിന് 1000 രൂപയോ അതിന് മുകളിലോ ആണ് വില. എന്നാൽ ഇതേ കുപ്പടം മുണ്ടാണ് എന്ന് പറഞ്ഞ് മാർക്കറ്റിലെത്തുന്ന കള്ളഖാദിക്ക് 200 രൂപയെ വിലയുണ്ടാവും. ഇതിൻ്റെ ലാഭം എന്താണെന്ന് ചോദിച്ചാൽ, ഖാദി ബോർഡിൻ്റെ സ്ഥാപനങ്ങളിലൂടെ ഈ മുണ്ട് വിൽക്കുമ്പോൾ ഇതിന് 30% റിബേറ്റ് നൽകുന്നു എന്ന് വിചാരിക്കുക. യഥാർത്ഥ കുപ്പടം മുണ്ടാണ് വിൽക്കുന്നതെങ്കിൽ അതിന് 1000 രൂപ. അത് എല്ലാ ഖാദി ബോർഡിൻ്റെ എല്ലാ കടകളിലും ഒറ്റ വിലയായിരിക്കും. അതിന് 30% ഡിസ്കൗണ്ട് കഴിഞ്ഞ് 700 രൂപയ്ക്ക് അത് ലഭിക്കുകയുള്ളൂ. അതേസമയം യന്ത്രത്തിൻ്റെ സഹായത്തോടെ നിർമ്മിച്ച ഈ കുപ്പടം മുണ്ടാണെങ്കിൽ അതിന് 200 രൂപയ്ക്കാണ് ഈ കടകളിലേക്ക് കിട്ടുക. ഇവരിതിന് 1000 രൂപ വിലയിടും. ഓർക്കണം, 200 രൂപ വിലയുള്ള സാധനത്തിനാണ് 1000 രൂപ വിലയിടുന്നത്. എന്നിട്ട് 30% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ അവർക്കും കിട്ടും 700 രൂപ. അതിൽ ഈ 200 രൂപ കഴിച്ച്, അതായത് ഈ യന്ത്രവൽകൃത മുണ്ട് വാങ്ങിയ വകയിൽ 200 രൂപ കഴിച്ച 500 രൂപയാണ് ഇതിനകത്ത് ലാഭം വരുന്നത്. ഇവിടെയാണ് അഴിമതി നടക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ തറികളും ചർക്കകളും നൂലും കൊടുത്ത് നെയ്യാൻ കൊടുക്കുന്ന തൊഴിലാളികളുടെ കാര്യം, ഇവരോട് ഇവരെക്കുറിച്ചൊരു പട്ടിക തയ്യാറാക്കി വയ്ക്കും. ഇവർക്ക് ഇങ്ങനെ നൂല് കൊടുത്തു, ഇവരൊക്കെ ഇങ്ങനെ തുണി നെയ്യാൻ കൊടുത്തു എന്ന് പറഞ്ഞൊരു പട്ടിക തയ്യാറാക്കി വയ്ക്കും. അത് തയ്യാറാക്കി വയ്ക്കുന്നതല്ലാതെ ഇവർക്ക് നൂല് കൊടുക്കുകയോ തറി കൊടുക്കുകയോ അതുപോലെ തന്നെ ചർക്ക കൊടുക്കുകയോ ഒന്നും ചെയ്യണമെന്നില്ല. പക്ഷേ എന്തു ചെയ്യും, ഇവർ വൻതോതിൽ യന്ത്രവൽകൃത തുണികൾ പർച്ചേസ് ചെയ്തിട്ട് അത് ഈ നമ്മൾ നേരത്തെ തറി കൊടുത്തതായിട്ട് ലിസ്റ്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തൊഴിലാളികളുടെ പേരിലേക്ക് എഴുതി ചേർക്കും. അവർ നെയ്തതാണ് അല്ലെങ്കിൽ അവർ നൂൽ നൂറ്റതാണ് എന്ന് പറഞ്ഞ് അവരുടെ പേരിലേക്ക് എഴുതി ചേർക്കും. എന്നിട്ട് ഈ വാങ്ങുന്ന തുണി ഇവരുടെ പേരിൽ എഴുതി ചേർത്തതിന് ശേഷം ഇതിനുള്ള പ്രതിഫലം ഇവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കും. അവർക്ക് ആവശ്യമുള്ള കമ്മീഷൻ കൊടുത്തിട്ട് ബാക്കി ഇവർ കൈപ്പറ്റിയെടുക്കും. ഇങ്ങനെയൊക്കെയുള്ള വൻ അഴിമതികളും തട്ടിപ്പുകളുമാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം മുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഖാദി ഒറിജിനലാണോ എന്നറിയാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മൾ ഈ ഖാദി ബോർഡിൻ്റെയോ ഖാദി കമ്മീഷൻ്റെയോ അവർക്ക് നേരിട്ട് പരാതി അയച്ചാൽ മതി. തുണിയുടെ സാമ്പിൾ സഹിതം അയച്ചു കൊടുക്കുക. ഇവരിത് ലബോറട്ടറികളിൽ, ഇതിനായിട്ട് പ്രത്യേക ലബോറട്ടറികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലബോറട്ടറികളിൽ പരിശോധിച്ചതിന് ശേഷം ഇത് ടിസ്റ്റ് ആണോ, അതായത് ഈ നൂല് യഥാർത്ഥ ഖാദിയുടെ നൂല് വരിക എന്ന് പറയുന്നത് ഇടത് സൈഡിലേക്ക് വരും, തുണിയുടെ ഇടത് സൈഡിലേക്ക്. അതിന് ടിസ്റ്റ് എന്ന് പറയും. ടിസ്റ്റ് ആണെങ്കിൽ അത് ഒറിജിനൽ ഖാദിയാണ്. മറ്റേത് ടിസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. അത് യന്ത്രവൽകൃത ഖാദിയാണ്. അതിൻ്റെ നൂലുകൾ വന്നു ചേരുന്നത് വലതുവശത്തേക്കായിരിക്കും. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും ഈ ടെസ്റ്റ് ചെയ്യുന്ന ലാബുകളിൽ ഇത് പരിശോധിക്കുന്നത് ഇത് ടിസ്റ്റ് ആണോ ടിസ്റ്റ് ആണോ എന്നുള്ളതാണ്. ടിസ്റ്റ് ആണെങ്കിൽ ഒറിജിനൽ ഖാദി, ടിസ്റ്റ് ആണെങ്കിൽ കള്ളഖാദി. ഇങ്ങനെ കള്ളഖാദി വിറ്റാൽ ഏറ്റവും പ്രധാനം ട്രേഡ് മാർക്ക് ലംഘനത്തിന് പിഴ ചുമത്താം, കേസെടുക്കാം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം, ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം. ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ നമ്മുടെ വ്യവസായ കേന്ദ്രങ്ങളിൽ, വിതരണ കേന്ദ്രങ്ങളിൽ, വിൽപ്പന കേന്ദ്രങ്ങളിൽ കള്ളഖാദി ധാരാളമായിട്ട് എത്തിച്ചേരുന്നുണ്ട്. അല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ഖാദി എന്ന് പറയുന്നത് വിലയേറിയതാണ്, ചിലവേറിയതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ എണ്ണത്തിൽ വളരെ കുറവുള്ളതാണ്. പക്ഷേ നമ്മുടെ എല്ലാ നാട്ടിൽ പറയുന്ന ഖാദി വിൽക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ധാരാളമായി ഇത് ലഭിക്കുന്നുമുണ്ട്. അവിടെയാണ് ഈ കള്ളഖാദി കടന്നു കയറുന്നത്. ഇതുകൊണ്ട് ഇടനിലക്കാർക്ക് ലാഭമുണ്ട്, ഈ സ്ഥാപന നടത്തിപ്പുകാർക്ക് ലാഭമുണ്ട്. സർക്കാരിനെ ഇതുപോലെ വെട്ടിക്കുകയും ചെയ്യാം. നൂറുകണക്കിന് തൊഴിലാളികളാണ് നമുക്ക് ഇപ്പോൾ ഈ ഖാദി നെയ്യുന്ന തൊഴിലാളികളുണ്ട്, നെയ്യുകയും നൂല് നൂൽക്കുകയും ചെയ്യുന്ന പരമ്പരാഗത തൊഴിലാളികളുണ്ട്. അവരുടെ പേരിൽ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന കോടികളുടെ സബ്സിഡിയാണ് ഈ വിധത്തിൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഈ ഖാദി തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഖാദി മാർക്കും ഖാദി സർട്ടിഫിക്കറ്റും ഒക്കെ വേണം. ആദ്യമായിട്ട് ഈ ഖാദി കമ്മീഷനിൽ, ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷനിൽ ഇവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സ്ഥാപനം നടത്തുന്ന മുഴുവൻ ആൾക്കാരും ഖാദി തുണിത്തരങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ എന്നൊരു സത്യവാങ്മൂലം കൊടുത്ത് വേണം ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ. അതിനുശേഷം ഈ സ്ഥാപനങ്ങളിലൂടെ കള്ളഖാദി വിറ്റഴിക്കുകയോ ഈ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തുകയോ ചെയ്താൽ ഇവർക്കെതിരെ പിഴ ചുമത്താനുള്ള വകുപ്പ് ഉണ്ട്. യഥാർത്ഥ ഖാദിയുടെ വിൽപ്പനയ്ക്കായിട്ട് ഖാദി മാർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. അതിന് റെഗുലേഷൻ കോഡുണ്ട്,
ഓഡിറ്റ് കോഡുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കള്ളഖാദിയുടെ വിതരണവും വിപണനവും. അങ്ങനെ ചെയ്യുന്നവർക്ക് ഈ ഖാദി സർട്ടിഫിക്കറ്റ് റദ്ദാക്കും, ഇവർക്ക് പിഴ ചുമത്തും. ഇപ്പം ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ ഖാദി ബോർഡിൻ്റെ കേരള ഖാദി ക്ഷേമനിധി ബോർഡിൻ്റെ അംഗമായിട്ടുള്ള കൊല്ലം സ്വദേശി മനോഹരൻ എന്നയാൾ പിണറായി സർക്കാരിൻ്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന ഇ പി ജയരാജന് ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതി പക്ഷേ ഇന്ന് വരെ അതിന്മേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല, അത് വെളിച്ചം കണ്ടിട്ടുമില്ല. ഇപ്പോൾ എന്താണ്, ഖാദി ബോർഡിൻ്റെ സെക്രട്ടറിയായിട്ട് രതീഷ് ഇരിക്കുന്നു. രതീഷിനെ ഇതുവരെ നീക്കം ചെയ്യാൻ സർക്കാർ തയ്യാറായിട്ടില്ല. പക്ഷേ ഈ ഓണത്തിന് വലിയ തോതിൽ എല്ലാ ജില്ലകളിലും ഖാദി ബോർഡിൻ്റെ ഓണം വിൽപ്പന മേളകൾ നടക്കുന്നു. ഇവിടെ കിട്ടുന്നത് യഥാർത്ഥ ഖാദിയാണോ? നിങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്ന യഥാർത്ഥ ഖാദിയാണോ? നമ്മൾ ഈ കാണുന്നത് ഖാദി നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഇതൊന്നും നമുക്ക് അറിയാൻ വയ്യാത്ത സാഹചര്യത്തിൽ സർക്കാർ തന്നെ ഇതിന് മുൻകൈ എടുക്കണം. ഓണക്കാലത്ത് ഈ അതിർത്തി കടന്നു കൊണ്ടുവരുന്ന പാല് അതുപോലെയുള്ള സാധനങ്ങൾ ഇതിലൊക്കെ മായം ചേർന്നിട്ടുണ്ടോ എന്നറിയാൻ ഒരു പ്രത്യേക പരിശോധനാ വിഭാഗം തന്നെ നമ്മുടെ സർക്കാരിന് ഉണ്ടാവാറുണ്ട്. ഈ അതിർത്തിയിൽ നിന്ന് ടാങ്കർ വഴി തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പാലെല്ലാം പരിശോധിച്ചിട്ട് മാത്രം, അത് ഓണക്കാലത്ത് മാത്രമേ ഉള്ളൂ, അതിർത്തി കടത്തിവിടും എന്ന് പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള വിശേഷ അവസരങ്ങളിൽ, എല്ലാ വിശേഷ അവസരങ്ങളിലും ഖദർ തുണിത്തരങ്ങൾക്ക്, ഖാദി തുണിത്തരങ്ങൾക്ക് റിബേറ്റ് അനുവദിക്കാറുണ്ട്. ആ സമയത്ത് കോടികളുടെ വിൽപ്പന കേരളത്തിൽ നടക്കാറുമുണ്ട്. പക്ഷേ ഈ വിൽക്കുന്നത് യഥാർത്ഥ ഖാദിയാണ്. ഇത് കണ്ടെത്താൻ ഈ സർക്കാർ തയ്യാറാവണം. സർക്കാർ നേരിട്ട് ഈ ഖാദിയുടെ എല്ലാം സാമ്പിൾ എടുത്ത് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ലാബുകളിൽ അയച്ച് ഇത് പരിശോധിച്ച് യഥാർത്ഥമാണോ, അതായത് ഖാദി ബോർഡ് സർക്കാർ ഏജൻസിയാണ്, ഈ സർക്കാർ ഏജൻസി വിൽക്കുന്ന ഖാദി യഥാർത്ഥ ഖാദിയാണോ എന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ട നടപടി ഈ സർക്കാർ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്കിതിന് ഇടയിൽ നിന്ന് കമ്മീഷൻ അടിക്കുന്നവരെയും ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ അഴിമതിക്കാരെയും ഒക്കെ കണ്ടെത്താൻ സാധിക്കൂ. അതിലെല്ലാം ഉപരി ഈ യഥാർത്ഥ ഖാദിയുടെ വില കൊടുത്ത് വ്യാജ ഖാദി അല്ലെ കള്ളഖാദി മേടിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ പോകുന്നു. അതുകൊണ്ട് ജനങ്ങൾ ഇത് തിരിച്ചറിയണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ തുണിത്തരങ്ങളുടെ സാമ്പിളുകൾ അയച്ചു കൊടുത്തുകൊണ്ട് ഇത് പരിശോധിക്കാം. അതിന് പ്രത്യേകമായിട്ടുള്ള കേരളത്തിൽ തന്നെ 2 സെൻ്ററുണ്ട്, കണ്ണൂരിലും തിരുവനന്തപുരത്തും 2 സെൻ്റർ ഉണ്ടെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പരിശോധനകൾ നടത്തി ഇതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തെളിയിക്കേണ്ടതുണ്ട്. ഖാദി എന്ന് പറയുന്നത് കൈത്തറിയാണ്, നമ്മുടെ നാടിൻ്റെ സ്വത്താണ്, എന്ന് പറഞ്ഞാൽ പരമ്പരാഗത സ്വത്താണ്. മഹാത്മാഗാന്ധി അടക്കമുള്ളവർ ആഹ്വാനം ചെയ്ത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ, ദേശീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. ആ ഖാദി പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ അതിലൊരിക്കലും യന്ത്രവൽകൃത ഉൽപ്പാദനം ഉണ്ടാകാൻ പാടില്ല. അത് തനതായ രീതിയിൽ തന്നെ നമ്മൾ കൈകൊണ്ട് തന്നെ നൂറ്റ് ആ നൂലുപയോഗിച്ച് തറിയിൽ നെയ്ത് എടുക്കുന്ന തുണിത്തരങ്ങളാണ് ഖാദി. അത് നിലനിൽക്കണമെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഈ ഖാദി ബോർഡിൻ്റെ ആണെങ്കിലും ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന മറ്റ് ഖാദി വിൽക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിലും യഥാർത്ഥ ഖാദി കണ്ടെത്തേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ്, ഈ നാടിൻ്റെ കൂടി ആവശ്യമാണ്. ഈ രാഷ്ട്രത്തിൻ്റെ പൈതൃകം നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്.